ഗായ്സ് അപ്പോൾ ഗുഡ് മോർണിംഗ് പറയാനുള്ള ടൈമാണ്. എന്താണ് കറക്റ്റ് 2 മണിയായി. മഴയത്ത് നല്ലൊരു വൈബ് പിടിച്ച് പോവുക, വേറെ ലെവല്. ഗായ്സ് അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. നമ്മുടെ കണ്ടന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ കറങ്ങാൻ പോവുക, വല്ല ഫുഡ് വാങ്ങി കഴിക്കുക. ഇങ്ങനെ കറങ്ങാൻ പോകുന്ന ഒരു സ്ഥലങ്ങളൊന്നുമില്ല. എവിടെ കിട്ടിയാലും പോവുക, എന്ത് കിട്ടിയാലും ഫുഡ് കൊണ്ട് എന്ത് കിട്ടിയാലും കഴിക്കുക, ജാളിയായിട്ട് നടക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പോൾ 2 മണിയാകുമ്പോൾ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി പോയി. നൈറ്റ് റൈഡ് വേറെ ലെവൽ വൈബല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വണ്ടി കൊണ്ട് മെല്ലെ നമ്മുടെ വണ്ടിക്കോട്ടത്തിനടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാത്രി നേരത്തെ ഈ ലോറിക്കാർ ആണ് അതിൻ്റെ ഒരു വേട്ടയാണ് ഈ റോഡ്. നൈറ്റ് ടൈമിൽ ലോറിക്കാരൻ്റെ ഒരു താവളം തന്നെയാണ്. മിഡ് നൈറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ബൈക്കെടുത്ത് ചുരുങ്ങിയ വഴി കൂടെ ഈസി ആയി പോണ വഴി. പിന്നെ ഇപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ആണ്. കാപ്പിയെല്ലാം കുടിച്ച് കഴിഞ്ഞു. ഇനി പോവുക, കുറച്ച് നേരം വല്ല ഗെയിം കളിക്കുക, അല്ലെങ്കിൽ മൂവി കാണുക. ഒരു 4 മണി പുലർച്ചയ്ക്ക് 5 മണിയാകുമ്പോൾ മെല്ലെ കിടന്നുറങ്ങാം. അതൊരു സുഖമായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ എല്ലാവരും നൈറ്റ് റൈഡ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഫുള്ളും നമ്മൾ നൈറ്റ് റൈഡ് ആയിരിക്കും ഫുള്ളും പ്ലാൻ ചെയ്യുക. രാത്രി വണ്ടി ഓട്ടുന്ന സുഖം, അത് ഈ മഴയത്ത് വണ്ടി ഓട്ടുന്ന സുഖം ഒന്നും വേറെ ലെവൽ തന്നെയാണ്. അത് ഈ ബൈക്ക് ഓട്ടുന്നവരെ കൊണ്ട് കേട്ടാൽ തന്നെ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയുള്ളൂ. ഈ നൈറ്റ് ബൈക്ക് ഓട്ടുന്നവർക്ക് ഒരു പ്രത്യേക വൈബാണ്. അത് ഈ സോളോ ആയിട്ട് ഓടുന്നവർ പറയുമ്പോൾ അവരുടെ ഒരു മൈൻഡും മെമ്മറിയും എന്ന് പറയാം. തനിമയിൽ പോകുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഉണ്ടാവില്ല. ഒരു പ്ലാനും ഇല്ലാണ്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ രാത്രി ഇറങ്ങുന്ന പിള്ളേർ, അവരൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പകൽ ഫുള്ളും പണിയെടുക്കുകയായിരിക്കും. രാത്രിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ കിടന്നുറങ്ങുമായിരിക്കും. ഇൻ കേസ് ചിലപ്പോൾ മിഡ് നൈറ്റിൽ അണിച്ചിട്ട് മിഡ് നൈറ്റിൽ അണിച്ച് ഒരു 1 മണി 2 മണിയാകുമ്പോൾ ഉറക്കം തെളിയുമ്പോൾ അങ്ങനെ നൈസിൽ ബൈക്ക് എടുത്ത് ഈ ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് നനഞ്ഞ് ലൈറ്റായിട്ട് തണുപ്പോടെ നനഞ്ഞ് പോയിട്ട് അവിടെ പോയി ഒരു ചൂട്ടോടെ കാപ്പിയും കുടിച്ച് മെല്ലെ കുറച്ച് നേരം ഫോണും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം യൂട്യൂബും നോക്കി എഗെയിൻ തിരിച്ച് മെല്ലെ ഒരു 2, 2:30, 3 മണിയാകുമ്പോൾ മെല്ലെ തിരിച്ച് വീട്ടിൽ വന്ന് ആ ഒരു തണുപ്പത്ത് വന്ന് നമ്മൾ ഈ തണുപ്പത്ത് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും ശരീരത്തിൽ. ഒരു കുളിർമയോടെ ഒരു മൂടിപ്പോച്ച് കിടക്കുന്ന ഒരു ഫീൽ വരും. ആ ഫീലോടെ ഒന്ന് കിടന്നുറങ്ങുന്ന സുഖം അതൊന്ന് പറയാം. അത് ശരിക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയലായിട്ട് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഒരു സുഖവും ഫീലിങ്സും അറിയുള്ളൂ. സോ ഞാനിതിങ്ങനെ വളവളവളാന്ന് പറയുന്നൊന്നും വിചാരിക്കണ്ട. ആക്ച്വലി എനിക്ക് എന്തൊക്കെ പറയുന്നൊന്നും അറിയില്ല. അപ്പം നമുക്കിങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ അപ്പോൾ ഞാൻ അടുത്തതായിട്ട് നൈറ്റ് റൈഡ് കുറച്ച് ദിവസം നൈറ്റ് റൈഡുകൾ ഒരു ചെറിയ നൈറ്റ് റൈഡ് ഇങ്ങനെ മെല്ലെ പ്ലാൻ ചെയ്തിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് വരും. കൂടുതൽ ഈ നൈറ്റ് റൈഡ് വീഡിയോ ആയിരിക്കും. അതിങ്ങനെ അപ്ലോഡ് ആകാൻ ടൈം മാക്സിമം ഒരു രാത്രി മിഡ് നൈറ്റ് ടൈമിലായിരിക്കും അപ്ലോഡ് ആകുക. 2 മണിക്കും 3 മണിക്കും എല്ലാവരും നമ്മുടെ ആ ഒരു ടൈമിൽ ഉറക്കമൊഴിക്കുന്നവരായിരിക്കും കൂടുതൽ നമ്മുടെ ഈ വീഡിയോ കാണുക. അപ്പോൾ അങ്ങനത്തെ ടൈമിലായിരിക്കും നമ്മുടെ വീഡിയോ മാക്സിമം ജനറേറ്റ് ആകുക. മിഡ് നൈറ്റിലായിരിക്കും. പിന്നെ നിങ്ങളെല്ലാവരും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ ടൈം വേണമെങ്കിൽ മാറ്റാം. അന്ന് എനിക്ക് കൂടുതൽ കംഫർട്ടബിളായി തോന്നിയത് നമുക്കൊരു മിഡ് നൈറ്റിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നൊരു തോട്ടാണുള്ളത്. നോക്കാം, നമുക്ക് ഇനി വരുന്ന ഓരോരോ സബ്സ്ക്രൈബർ ഇപ്പോൾ 0 ആണ്. ഇനി ഓരോ സബ്സ്ക്രൈബേഴ്സും നമുക്ക് വിലപ്പെട്ടതാണ്. അവരൊക്കെ മനസ്സ് വിചാരിച്ചാൽ തന്നെ നമ്മുടെ ചാനൽ ഒരു എൻഡിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ട്സുമാരെല്ലാം കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക ഗായ്സ്. അപ്പോൾ ഗായ്സ് ചെറിയൊരു കുട്ടി വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.